നമ്മുടെ വീട്ടിലെ പേരയിൽ എങ്ങനെ കൂടുതൽ പേരയ്ക്ക ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഈ പേരയ്ക്ക കൂടുതലുണ്ടാകുന്ന സമയത്ത് പേരയ്ക്കായ്ക്ക് കീടബാധ ഏൽക്കാതെ എങ്ങനെ അതിനെ സംരക്ഷിക്കാം, അതേപോലെ തന്നെ പേരയ്ക്ക നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെ, ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഞാൻ ശാസ്ത്രീയ വശങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല, അല്ലാതെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിലുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. പല വീടുകളിലും പേര ഉള്ള പല വീടുകളിലും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് പേരയ്ക്ക ലഭിക്കുന്നില്ല. ഞാനും ഇതേ പ്രശ്നം അഭിമുഖീകരിച്ച ആളാണ്. കണ്ടില്ലേ, എൻ്റെ പേരയെ തന്നെ ഉണങ്ങി നിന്നിരുന്ന ഒരു പേരയ്ക്കയാണ്. പലരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ പേരയ്ക്ക ഉണങ്ങിപ്പോകുന്നു. പിന്നീട് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ പേരയിൽ ഒരു പ്രത്യേക ജീവി വന്നിട്ട് പേരയ്ക്കയിലെ നീര് ഊറ്റി കുടിക്കുന്നു. അതിനുശേഷം പേരയ്ക്ക പഴുത്താൽ പോലും പേരയ്ക്കയുടെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കറുത്ത പാടുകൾ, പിന്നെ പേരയ്ക്കായ്ക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം, കഴിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനൊരു പരിഹാരം ഞാൻ എൻ്റെ പരീക്ഷണത്തിൽ കൂടി കണ്ടെത്തിയതാണ്. പരീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും, നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇക്കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉള്ള പല കർഷകരോട് ചോദിച്ച് മനസ്സിലാക്കുകയും കൂടി ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് പല കൃഷികളും നല്ല രീതിയിലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ സീസണിൽ എനിക്ക് ഏകദേശം ഈ ചെറിയ പേരയിൽ തന്നെ ഏകദേശം ഒരു 5,000-6,000 രൂപയുടെ പേരയ്ക്ക കിട്ടിയായിരുന്നു. ഏകദേശം ഒരു 140 രൂപ തന്നെ വില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5,000 രൂപയുടെ പേരയ്ക്ക ഞാൻ കഴിച്ചു. പിന്നെ 1,000 രൂപയുടെ പേരയ്ക്ക നമ്മുടെ വിപണിയിൽ കൂടി വിൽക്കുവാനും സാധിക്കും. ഞാനും അഭിമുഖീകരിച്ച പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേരയ്ക്ക ഉണ്ടാകും. പേരയ്ക്ക ഉണ്ടായിക്കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കീടം വരുന്നത്, ആ കീടത്തിന് ഒരു ഭയങ്കര ബാഡ് സ്മെല്ലാണ്. അത് വന്നിട്ട് ഈ പേരയ്ക്കായിൽ കുത്തുമാണ്. പേരയ്ക്കായ കുത്തിക്കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് ആ പേരയ്ക്കായ കുത്തിയ ഭാഗത്തെ ഷേപ്പ് അങ്ങ് മാറും. പിന്നെ പേരയ്ക്ക ഒന്നിയിൽ ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ പേരയ്ക്കായ്ക്ക് ഉള്ളിൽ കേടുകളുണ്ടാകും. ഞാൻ പേരയ്ക്ക് പൊതുവെ അടിക്കുന്ന കീടനാശിനി എന്ന് പറയുന്നത് ജൈവ കീടനാശിനിയാണ്. നമ്മുടെ മുണ്ടങ്കാവ് വടശ്ശേരിക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള പമ്പ ഷോപ്പ്, ആ ഷോപ്പിൽ നിന്ന് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ നിംബിസിഡൈൻ എന്ന് പറഞ്ഞ ജൈവ കീടനാശിനി എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഈ പേരയ്ക്ക് സ്പ്രേ ചെയ്യും. ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ പൊതുവെ ഒരു 5 മില്ലിയാണ് ഇതിന് ചേർത്ത് സ്പ്രേ ചെയ്യും. അത് സക്സസ് ആയിരുന്നു. ആഴ്ചയിൽ ഒരു 1 മുതൽ ചിലപ്പോൾ 2 പ്രാവശ്യം വരെ ഇത് സ്പ്രേ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ എന്തോ ഒരു വെള്ള ഒരു പാട് ഈ പേരയ്ക്കായിൽ ഉണ്ടാകും. നിംബിസിഡൈൻ എന്ന ജൈവ കീടനാശിനിയുടെ ഒരു പ്രശ്നം മഴക്കാലത്ത് അത് കാര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്നില്ല എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പച്ചക്കറിക്കൊക്കെ ഓക്കെയാണ്, പക്ഷേ പേരയ്ക്ക് അത് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പേരയിൽ ഈ മരുന്നടിക്കുന്ന സമയത്ത് ഈ മറ്റു പല കീടനാശിനികളെയും പോലെ നിംബിസിഡൈൻ ഒട്ടിപ്പിടിക്കാൻ കഴിവില്ല. അങ്ങനെ വരുന്ന മഴ പെയ്യുന്നതന്നെ ഈ ജൈവ കീടനാശിനി അതെന്ന് ഒലിച്ചു പോകും. അപ്പോൾ അത് കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കാനായിട്ട് ഇത് ശരിക്കും സഹായകരമാകും. അങ്ങനെ പേരയ്ക്ക തിന്നാനായിട്ട് കൊതിയായ സമയത്ത് എങ്ങനെയെങ്കിലും പേരയ്ക്കായ രക്ഷപ്പെടുത്തിയെടുത്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നിംബിസിഡൈൻ കാര്യമായിട്ട് മഴക്കാലത്ത് പ്രയോജനം ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഞാൻ എൻ്റെ അന്വേഷണം എത്തിയത് ഈ മാരകമായിട്ടുള്ള മരുന്നിലാണ് എത്തിയത്, ഡഫ്കോ. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ഒഴിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. പക്ഷേ ആ 2 മില്ലി ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് സ്മെല്ലാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലാണ്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കളറ്, നമ്മൾ ഒഴിക്കുന്ന 1 ലിറ്റർ വെള്ളത്തിൻ്റെ കളറ് വളരെ പെട്ടെന്ന് മാറുകയും ചെയ്തു. ഞാനതുകൊണ്ട് 2 പ്രാവശ്യം ഇതിലൊന്ന് സ്പ്രേ ചെയ്തു. അതേപോലെ ഞാൻ പറഞ്ഞ കീടം പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്തു. മഴക്കാലത്തിന് ശേഷം നമുക്ക് നിംബിസിഡൈൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നിംബിസിഡൈൻ കുറെ കൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് മഴക്കാലത്തിന് ശേഷം. അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കണ്ടില്ലേ, ഇപ്പം ഇതിൽ നിറച്ച് പേരയ്ക്കയുണ്ട്. എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെ കാണുന്നതാണ്. കണ്ടില്ലേ, പേരയ്ക്ക കണ്ടില്ലേ. പേരയിൽ നല്ല രീതിയിൽ പേരയ്ക്ക ഉണ്ടാകാനായിട്ട് നമ്മൾ പേരയൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മനുഷ്യരുടെ ശബ്ദവും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പേരയിൽ കൂടുതൽ പേരയ്ക്ക ഉണ്ടാകുന്നതായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പേരയിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, പേരയിൽ നമ്മൾ ഒരിക്കലും വെട്ടോത്തിയും കൊണ്ടൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ ചിലപ്പോഴൊക്കെ നല്ല വലിപ്പമുള്ള പേരയ്ക്ക പിന്നീട് അതിലുണ്ടാകുന്നത് ചെറുതായിട്ട് കാണുന്നുണ്ട്. നല്ല വലിപ്പത്തിലുള്ള പേരയ്ക്ക ഉള്ള പേരയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ,
ഇതിൻ്റെ ഈ ഞെടുപ്പുകൾ ഇങ്ങനെ പുതിയതായിട്ട് വളർന്നു വരുന്നത് കണ്ടില്ലേ? ഈ വളർന്നു വരുന്ന ഭാഗം നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ കളഞ്ഞാൽ മതി. ഇത് ഒടിച്ചിങ്ങനെ കളയുക. അന്നേരം ഇതേപോലെ കണ്ടില്ലേ, മേലോട്ട് നോക്കിയേ, ഞാൻ കൈ കൊണ്ട് ഒടിച്ച് കളഞ്ഞതാണ്. ഇതേപോലെ ഒത്തിരി പുതിയ പുതിയ നാമ്പുകളുണ്ടായി വരും. കണ്ട് ഞാൻ ഇത് ഒടിച്ച് കളയുമ്പോൾ ഇവിടുന്ന് പുതിയ നാമ്പുകളുണ്ടായി വരും. പിന്നെ കാര്യമായിട്ട് പേരയ്ക്ക അവിടുന്ന് ആ ഭാഗത്തെല്ലാം പേരയ്ക്ക ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനോടൊപ്പം തന്നെ കൂടുതൽ പേരയ്ക്ക ഉണ്ടാകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേരയുടെ ചുവട് ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് പരണ്ടി കൊടുക്കണം. അതായത് അതിന് കൂടുതൽ വേരുകൾക്ക് പ്രശ്നം ഉണ്ടാകരുത്, എന്നാലും മേളിലൊക്കെയുള്ള വേരുകൾ ചെറുതായിട്ടൊന്ന് പൊട്ടണം. അപ്പം ആ രീതിയിലൊന്ന് പരണ്ടി കൊടുത്ത ശേഷം നമ്മുടെ ഇതും പമ്പയിൽ ലഭ്യമാണ്. സ്റ്റെയിൻസിൻ്റെ അനിമീൽ എന്ന് പറഞ്ഞൊരു വളമുണ്ട്. ആ അനിമീൽ എന്ന് പറഞ്ഞ വളം ഒരു 4 ചിരട്ട എടുത്തിട്ട് അവിടെ ഇവിടെ ഒന്ന് പരണ്ടി കൊടുക്കുക. ഈ പരണ്ടിയ ഭാഗത്ത് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ പരണ്ടിയടത്ത് ഇട്ട് കൊടുത്തിടത്ത് നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കുന്നു. മണ്ണ് ഇട്ട് ഒന്ന് മൂടുന്നു. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് ചീമക്കൊന്നയുടെ കമ്പ് വെട്ടി, അതായത് ഇലയുള്ള കമ്പ് വെട്ടി അതിൻ്റെ മേൽഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു തണുപ്പൂടായില്ലേ. എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം അടിച്ച് കൊടുക്കുക. വെള്ളം അടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് പേര നിറച്ച് അങ്ങ് പൂക്കും. എന്നിട്ട് നിറച്ച് പേരയ്ക്ക ഉണ്ടാകും. തുടർന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നുള്ളത് ഈ പേരയ്ക്ക നല്ല വലിപ്പം വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വളം കൂടെ ഉണ്ട്. അതും എൻ്റെ സ്വന്തം പരീക്ഷണത്തിൽ കൂടെ കണ്ടെത്താനായിട്ട് സാധിച്ചതാണ്. ഇതേപോലെ വലിയൊരു ഡ്രം എൻ്റെ വീട്ടിലുണ്ട്. ഇത് തുരുമ്പിക്കുന്നതൊന്നല്ല, കണ്ടല്ലോ മെറ്റീരിയൽ കണ്ടല്ലോ. ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 കിലോ പച്ചച്ചാണകം ഇതിൽ ഇടും. പച്ചച്ചാണകം ഇടും. എന്നിട്ട് ഇതിനകത്ത് ഒരു 1 കിലോ മുതൽ 2 കിലോ വരെയുള്ള കടലപ്പിണ്ണാക്ക് ഇടും. എന്നിട്ട് കുറേ ചീമക്കൊന്നയുടെ ഇലയും കൂടി ഇടും. എന്നിട്ട് ഇത് നിറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മേളിലൊരു കോട്ടൺ തുണിയുടെ മൂടി വെക്കും. വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത ഭാഗത്തായിരിക്കണം ഇത് വെക്കുന്നത്. എന്നിട്ട് ഒരു 10 ദിവസം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് 10 ദിവസം കഴിയുമ്പോൾ 10നും 15നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇതെടുത്തിട്ട് കുറേ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ പേരയുടെ ചുവട്ടിലൊഴിക്കും. പേരയുടെ ചുവട്ടിലൊഴിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഈ ചീമക്കൊന്നയുടെ ഇല അതിൻ്റെ മേളിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും. അന്നേരം നിറച്ചങ്ങ് പേരയ്ക്കാവും. കണ്ടില്ലേ, പേരയ്ക്ക കാണുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം. എൻ്റെ വീടിന് നേരെ മുൻവശമാണ്, റോഡിൽ കൂടെ വണ്ടി പോകുന്നു. അപ്പം ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഇവരുടെ വളർച്ചയ്ക്ക് സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരോട് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കാറുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടില്ലേ, തൊട്ടടുത്ത് തന്നെ പൈനാപ്പിളൊക്കെ നിൽക്കുന്ന കണ്ടോ, നല്ല വലിപ്പമുള്ള പൈനാപ്പിൾ. അതേപോലെ തന്നെ വിയറ്റ്നാമി എർലിയുടെ പ്ലാവ് നിൽക്കുന്നുണ്ടോ, ചക്കയൊക്കെ കണ്ടില്ലേ. അതേപോലെ തന്നെ കോവൽ കണ്ടില്ലേ. അതേപോലെ തന്നെ കരിയാപ്പ് കണ്ടില്ലേ. നമ്മുടെ ആലാ വിപണിയിൽ ഇതിൻ്റെ കരിയാപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഒടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ഇതുപോലെ എയർ ലെയറിങ് പരിപാടിയൊക്കെ നടത്താറുണ്ട്. പക്ഷേ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് നടാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടത്തില്ല. അന്നേരം പിന്നെ അത് അവിടെ നിന്ന് പോകും. പിന്നെ ഇതിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഗുണം, ഈ പേരയ്ക്കയുടെ അത്ഭുതകരമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിലുണ്ടാകുന്ന ഈ ഫംഗസ് അങ്ങനെയൊക്കെയുള്ള പല ഇൻഫെക്ഷൻസൊക്കെ ഇല്ലേ, അതിനെ പ്രതിരോധിക്കാൻ അത്ഭുതകരമായിട്ടുള്ളൊരു കഴിവ് ഈ പേരയ്ക്കയ്ക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പേരയ്ക്ക നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴേ നമ്മുടെ ഈ നാക്കിലുണ്ടാകുന്ന അഴുക്കുകളൊക്കെ തീരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പേരയ്ക്ക ഇതുപോലെ ഞാൻ പ്ലാസ്റ്റിക് കവറിട്ടൊക്കെ പൊതിഞ്ഞ് വെക്കാറുണ്ട്. പക്ഷേ എയർ സർക്കുലേഷന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിലാണ് പൊതിഞ്ഞ് വെക്കുന്നത്. നമ്മളിങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന സമയത്ത് പേരയ്ക്കയ്ക്ക് നല്ല വലിപ്പം വെക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പെട്ടെന്ന് പേരയ്ക്ക വണ്ണം വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ആവറേജ് ഒരു 350 ഗ്രാം വരെ വരുന്ന പേരയ്ക്കയാണ്. പിന്നീട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിവതും ഈ റോഡ് സൈഡിലൊന്നും വെച്ച് വിൽക്കുന്ന പേരയ്ക്കൊന്നും മേടിക്കാൻ പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം മാരകമായിട്ടുള്ള കെമിക്കലാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. വിൽക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമുള്ള ചില ആൾക്കാർ മാരകമായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് വില കുറഞ്ഞ കെമിക്കലുകളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും മറ്റുള്ളവരെ തകർക്കുന്നതിനും യാതൊരു മടിയുമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതൊരു ന്യൂനപക്ഷമാണേലും അവരുടെ പ്രവർത്തനങ്ങളാണ് എപ്പോഴും മുന്നേ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനായിട്ട് എന്തും ചെയ്യും. അതൊരു പ്രത്യേക ഒരു മാനസിക രോഗമാണ്. കണ്ടില്ലേ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കറുത്ത പേരയ്ക്കായിരിക്കുന്നു. അതേപോലെ തന്നെ തെണ്ട ശ്രദ്ധിച്ചേ, തെണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിംബിസിലിൻ അടിക്കുന്നത് ഇങ്ങോട്ട് എത്തിയില്ല. ഇത് ഒരു നമ്മുടെ കരിയാപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗത്തോട്ട് സ്പ്രേ ചെയ്തില്ല. അപ്പോൾ ആ കരിയാപ്പിൻ്റെ ഭാഗത്തുള്ള പേരയ്ക്കായാലേ ഈ വെള്ളം കണ്ടോ, ഇതൊരു വലിയൊരു പ്രശ്നമാണ്.
പേര വളർത്തുന്ന സമയത്ത് ഈ മണ്ട ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പേര മേളിലോട്ട് വളർന്നു പോകത്തില്ല. നമുക്ക് താഴെ തന്നെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ? പിന്നെ ഒരു എ ടൈപ്പ് ലാഡറും ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറി പേരയ്ക്ക പൊതിഞ്ഞൊക്കെ വെക്കുകയും ചെയ്യാം. പേര പുരാണം കഴിഞ്ഞിട്ടില്ല. ഇത് തെയ്വാൻ പിങ്ക് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുവാണ് നടാനായിട്ട്. ഇത് അടുത്ത പേര, ഇത് അർക്കാനാമിക അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. മറ്റൊരു പേര, ഇത് ശ്രദ്ധിച്ചില്ലേ? ഇതിൻ്റെ മേൽവശമെല്ലാം ഞാനിങ്ങനെ നുള്ളിക്കൊടുക്കും. ആ നുള്ളിക്കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഒത്തിരി ശിഖരങ്ങളായിട്ട് കയറി വരുന്നത്. ഇത് അലഹബാദ് സവേദയ. ഇതും മറ്റൊരു പേരയാണ്. ഇതെല്ലാം എൻ്റെ കൃഷി തന്നെയാണ്. ഇടയിൽ സ്വയം വളർന്നു വന്നതാണ് ഈ പേര. എന്തായാലും നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവനൊന്ന് വളർന്നു വരുമ്പോൾ അറിയാമല്ലോ ഇവൻ്റെ പേരയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളത്തില്ല അന്നേരം കളി. ഇതൊക്കെ പല വെറൈറ്റിയുള്ള പേരകൾ ഞാനിവിടെ നട്ടിട്ടുണ്ട്. അതിൽ മറ്റൊരു പേരയാണിത്. ഇത് കിലോ പേരയാണ് ഈ കാണുന്നത്. ഇതിന് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശ്രദ്ധിക്കാതിരുന്നത് കാരണം ഇത് നല്ല രീതിയിൽ അങ്ങ് വളർന്നുപോയി. പക്ഷെ നല്ല സൂപ്പർ പേരയ്ക്കായിരുന്നു. ഒരു പേരയ്ക്കാന്ന് പറയുന്നത് 1/2 കിലോ ആയിരുന്നു. കുരുക്കൾ തീരെ കുറവ്, കടിക്കാൻ നല്ല ടേസ്റ്റ്. പക്ഷേ നമുക്ക് കിട്ടാത്ത സാഹചര്യം ഇപ്പോൾ മേലോട്ടങ്ങ് വളർന്നുപോയി. മേലോട്ട് വളർന്നു പോയ സമയത്ത് പിന്നെ ഞാൻ ഇതിൻ്റെ കമ്പൊന്ന് വെട്ടിയിട്ടുണ്ട്. ഇനിയും പുതിയ പേരയ്ക്ക ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിലും മുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന കണ്ടില്ലേ, വിയറ്റ്നാമേർലിയുടെ പ്ലാവാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ പൈനാപ്പിളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അടുത്തൊരു പേര അവിടെ നിൽപ്പുണ്ട്. പല ഭാഗത്തും പേരകൾ കാര്യമായിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാടൻ ഓമയൊക്കെ ഉണ്ട്. തെങ്ങുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഈ പുരടത്ത് ഞാൻ മറ്റാരെയും കൂലിക്കൊന്നും വിളിച്ച് ജോലി ചെയ്യിക്കാറില്ല. കൃഷി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ആവശ്യമായിട്ടുള്ള ഒരു ജോലിയാണ് കൃഷി എന്ന് പറയുന്നത്. നമ്മൾ പുതിയൊരു ജീവൻ നൽകുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മുടിഞ്ഞു പോണേന്ന് പറഞ്ഞ് വെക്കുന്ന ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പൊതുവേ എൻ്റെ വസ്തുവിനകത്തെ കൃഷി ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അത് കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ സൗന്ദര്യമൊന്നുമില്ല കാഴ്ചയിൽ. പക്ഷേ ഉണ്ടാകുന്ന വിളകൾക്ക് നല്ല സൗന്ദര്യവും നല്ല ഐശ്വര്യവുമാണ്. ഇത് ലേഡിയാണ്. ഇത് ചീര ചേമ്പാണിത്. ഇതിൻ്റെ എല്ലാം കഥകൾ പുറകാലെ പറയാം.